ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇനി ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്ന ഒരു കേക്കിൻ്റെ റെസിപ്പിയാണ്. ഈ കേക്ക് നമുക്ക് ഇൻസ്റ്റൻ്റായിട്ട് വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. ഇത് നമ്മൾ ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ നട്ട്സൊന്നും സോക്ക് ചെയ്ത് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. പിന്നെ അതുകൊണ്ട് അതൊരു പ്രത്യേകതയും കൂടി ഉണ്ട്. ഗോതമ്പ് പൊടി കൊണ്ടാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ വളരെ ഹെൽത്തിയുമാണ്, നല്ല ടേസ്റ്റിയായിട്ടുള്ളൊരു കേക്കാണ്. അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സായിട്ടൊക്കെ ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ കേക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. ആദ്യം നമുക്ക് കേക്ക് ഉണ്ടാക്കാനുള്ള പാനൊന്ന് റെഡിയാക്കി വെക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് 6 ഇഞ്ചിൻ്റെ ഒരു കേക്ക് ടിന്നാണ്. അതിലേക്ക് നമുക്ക് ആദ്യം കുറച്ച് ബട്ടറോ നെയ്യോ തടവി കൊടുക്കണം. ഇനി ഇതിലേക്ക് റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ബട്ടർ പേപ്പർ ഇട്ട് കൊടുക്കാം. ബട്ടർ പേപ്പറിൻ്റെ പുറത്ത് നമുക്ക് കുറച്ച് ബട്ടറോ നെയ്യോ തടവി കൊടുക്കണം. ഇപ്പം നമ്മുടെ കയ്യിൽ ബട്ടർ പേപ്പർ ഇല്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. കേക്ക് ടിന്നിൽ നെയ്യ് തടവിയതിന് ശേഷം കുറച്ച് മൈദ തൂവി കൊടുക്കുക. എന്നിട്ട് കൂടുതലുള്ള മൈദ നമ്മൾ കുടഞ്ഞ് കളഞ്ഞതിന് ശേഷം അതിലേക്ക് കേക്ക് ബാറ്റർ ഒഴിച്ച് കൊടുത്താൽ മതി. ഇപ്പം നമ്മുടെ കേക്ക് ടിൻ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റി വെക്കാം. കേക്കിന് ആവശ്യമായ ഡ്രൈ ഫ്രൂട്ട്സും നട്ട്സും എല്ലാം ഇവിടെ ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മളിവിടെ എടുത്തിരിക്കുന്നത് 2 ടേബിൾ സ്പൂൺ വൈറ്റ് റൈസിൻസ്, 2 ടേബിൾ സ്പൂൺ ബ്ലാക്ക് റൈസിൻസ്, 2 ടേബിൾ സ്പൂൺ ഡേറ്റ്സ് ചോപ്പ് ചെയ്തത്, 2 ടേബിൾ സ്പൂൺ ട്യൂട്ടി ഫ്രൂട്ടി, 2 ടേബിൾ സ്പൂൺ ചെറി ചോപ്പ് ചെയ്തത്. ഇനി വേണ്ടത് 2.5 ടേബിൾ സ്പൂൺ ബദാം ചെറുതായിട്ട് ചോപ്പ് ചെയ്തത്, 2.5 ടേബിൾ സ്പൂൺ കാഷ്യൂ നട്ട് ചോപ്പ് ചെയ്തത്. ഇനി നമുക്ക് പഞ്ചസാര ഒന്ന് കാരമലൈസ് ചെയ്തെടുക്കണം. അതിനായിട്ടൊരു പാനിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇനി സ്റ്റവ് ഒരു ഹൈ ഫ്ലെയിമിൽ വെച്ച് പഞ്ചസാര ഒന്ന് നല്ലതുപോലെ ഉരുക്കിയെടുക്കണം. ഇപ്പോൾ പഞ്ചസാര നല്ലതുപോലെ ഉരുകി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് സ്റ്റവ് ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് വെച്ച് കൊടുക്കാം. അതിനുശേഷം പതുക്കെ ഒന്ന് സ്പൂൺ കൊണ്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ പഞ്ചസാര എല്ലാം നല്ലതുപോലെ ഉരുകി നല്ലൊരു ബ്രൗൺ കളറായി തുടങ്ങിയിട്ടുണ്ട്. ഇനി സ്റ്റവ് ഒരു ലോ ഫ്ലെയിമിലേക്ക് വെക്കണം. അതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കണം. പഞ്ചസാര ഒരു നല്ല ബ്രൗൺ കളറായി വരണം. കൂടുതൽ കരിഞ്ഞും കൂടുതൽ കരിഞ്ഞൊക്കെ പോയിട്ടുണ്ടെങ്കിൽ കേക്കിനൊരു കയ്പ്പ് ടേസ്റ്റ് വരും. ഇപ്പോൾ പഞ്ചസാര ഒരു നല്ല ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് 1/4 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കാം. വെള്ളം ഒഴിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. കുറച്ച് നെയ്യ് നിന്നിട്ട് വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട്, അല്ലെങ്കിൽ കയ്യിലേക്ക് തെറിച്ച് വീഴാനൊക്കെ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ വെള്ളം കുറേശ്ശായിട്ട് ഒഴിച്ചു കൊടുക്കണം. വെള്ളം ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ഇത് കട്ട പോലെയൊക്കെ വരും. അത് പ്രശ്നമില്ല. കുറച്ച് നന്നായിട്ട് തിളച്ച് വരുമ്പോഴത്തേക്ക് അതൊക്കെ ഉരുകി വരും. ഇപ്പോൾ വെള്ളം ചേർത്ത് നന്നായിട്ട് തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന നട്ട്സും കൂടെ ചേർത്ത് കൊടുക്കാം. നട്ട്സ് എല്ലാം ചേർത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. നട്ട്സ് എല്ലാം ചേർത്ത് കഴിഞ്ഞപ്പോൾ നന്നായിട്ട് തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്ത് ഇത് തണുക്കാനായിട്ട് മാറ്റി വെക്കണം. ഇനി മിക്സിയുടെ ഒരു ചെറിയ ജാറിലേക്ക് 1/4 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കണം. ഇനി ഇതിലേക്ക് 4 ഗ്രാമ്പൂ 2 ചെറിയ കഷ്ണം പട്ടയും കൂടി ഇട്ട് കൊടുക്കണം. ഇനി ഇത് നന്നായിട്ട് പൊടിച്ചെടുക്കണം. ഇനി വെറ്റ് ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് നമുക്ക് മിക്സ് ചെയ്തെടുക്കണം. അതിനായിട്ടൊരു ബൗളിലേക്ക് 1/4 കപ്പ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് സൺഫ്ലവർ ഓയിലാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള മണമില്ലാത്ത ഏത് ഓയിൽ വേണമെങ്കിലും ഉപയോഗിക്കാം. ഇനി ഓയിലിലേക്ക് 1/2 കപ്പ് റൂം ടെമ്പറേച്ചറിലുള്ള പാലും കൂടി ചേർത്ത് കൊടുക്കണം. പാല് ചേർത്ത് കഴിഞ്ഞ് ഓയിലും പാലും കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ പാലും ഓയിലും കൂടി നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പൊടിച്ചു വെച്ചിരിക്കുന്ന പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കാം. പഞ്ചസാര ചേർത്ത് കഴിഞ്ഞ് വീണ്ടും നല്ലതുപോലെ മിക്സ് ചെയ്ത് യോജിപ്പിക്കണം. പഞ്ചസാര ചേർത്തിട്ട് ഇപ്പോൾ നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബൗളിൻ്റെ പുറത്തേക്ക് ഒരു അരിപ്പ് വെച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 1 കപ്പ് ഫ്ലവർ ഇട്ട് കൊടുക്കാം. ഞാൻ 250 ml കപ്പിന് 1 കപ്പ് പൊടിയാണ് എടുത്തിരിക്കുന്നത്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഗോതമ്പ് പൊടിയാണ്. ഇപ്പം നിങ്ങൾക്ക് ഗോതമ്പ് പൊടി ഇഷ്ടമില്ലെങ്കിൽ മൈദ ഉപയോഗിക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറും കൂടെ ചേർത്ത് കൊടുക്കണം. കൊക്കോ പൗഡർ ചേർക്കുമ്പോഴത്തേക്കും കേക്കിന് നല്ലൊരു കളറും കിട്ടും. അതുപോലെ തന്നെ നല്ലൊരു ടേസ്റ്റും ആയിരിക്കും. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടി ചേർത്ത് കൊടുക്കണം. ഇതിലേക്ക് നമുക്ക് 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഞാൻ 2 നുള്ളി ഉപ്പുപൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ സ്പൂൺ കൊണ്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കണം. മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇതൊന്ന് നല്ലതുപോലെ അരിച്ചെടുക്കണം. അരിച്ചെടുത്തതിന് ശേഷം ബാക്കി വരുന്ന തരിയെല്ലാം നമുക്ക് മാറ്റിക്കളയാം. ഇനി ഇത് നമുക്കൊരു സ്പാറ്റില കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കണം. എല്ലാം കൂടി മിക്സ് ചെയ്തെടുത്തപ്പോഴത്തേക്ക് ഒരു തിക്കായിട്ടുള്ള കൺസിസ്റ്റൻസിയാണ് കിട്ടിയിരിക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ ഇതിലേക്ക് പാലൊഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം.
ഞാനിതിലേക്ക് നമ്മൾ നേരത്തെ കാരമലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന ഫ്രൂട്ട്സും നട്ട്സും ഒക്കെ ഇപ്പം നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. അതാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇത് ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം കൂടുതൽ തിക്കാണെന്നുണ്ടെങ്കിൽ ആവശ്യത്തിന് പാല് ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്യാം. ഇനി ഇതൊന്ന് നല്ലതുപോലെ മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. കാരമലൈസ് ചെയ്തത് ചേർത്ത് കഴിഞ്ഞിട്ടും ഇത് കുറച്ച് തിക്കാണ്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് കുറച്ച് പാല് ചേർത്ത് കൊടുക്കണം. പാല് കുറേശ്ശെയായിട്ട് പല പ്രാവശ്യം ചേർത്ത് കൊടുത്താൽ മതി. ആദ്യം ഒരു 2 ടേബിൾ സ്പൂൺ പാല് ചേർത്ത് മിക്സ് ചെയ്ത് നോക്കുക. മിക്സ് ചെയ്ത് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ പിന്നീട് ചേർത്ത് കൊടുത്താൽ മതി. കാരണം നമുക്ക് പാലിൻ്റെ അളവ് അത്ര കറക്റ്റായിട്ട് പറയാൻ പറ്റില്ല. നമ്മൾ ഉപയോഗിക്കുന്ന ഒരു പൊടി വ്യത്യസ്തമായിരിക്കും. മൈദയാണെങ്കിൽ ഇത്രയും പാലിൻ്റെ ആവശ്യം വരില്ല. ഗോതമ്പ് പൊടിയാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ചില പൊടിക്ക് കുറച്ച് പാല് കൂടുതൽ വേണ്ടി വരും. ഞാനിപ്പോൾ ആദ്യം 2 ടേബിൾ സ്പൂൺ പാലൊഴിച്ചൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. വീണ്ടും ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ പാലും കൂടി ചേർത്ത് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത് മൊത്തം നമ്മളിപ്പോൾ 1/4 കപ്പ് പാല് ഉപയോഗിച്ചിട്ടാണ് മിക്സ് ചെയ്തെടുത്തിരിക്കുന്നത്. കൺസിസ്റ്റൻസി കൂടുതൽ തിക്കായി പോകാനും പാടില്ല, കൂടുതൽ ലൂസായി പോകാനും പാടില്ല. ഈ കാണുന്ന കൺസിസ്റ്റൻസിയിൽ വേണം ഇരിക്കാനായിട്ട്. ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ വാനില എസൻസും കൂടി ചേർത്ത് കൊടുക്കാം. വാനില എസൻസ് ഓപ്ഷനാണ്. നമ്മൾ പഞ്ചസാര പൊടിച്ചപ്പോഴത്തേക്കും സ്പൈസസ് ഒക്കെ ചേർത്ത് കൊടുത്തിട്ടുള്ളതാണ്. വീണ്ടും നല്ലതുപോലെ മിക്സ് ചെയ്ത് യോജിപ്പിക്കണം. ഇപ്പോൾ നമ്മുടെ കേക്ക് ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഈ കൺസിസ്റ്റൻസിയിൽ വേണം ഇരിക്കാനായിട്ട്. ഇനി നമുക്ക് റെഡിയായ കേക്ക് ബാറ്റർ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മളിവിടെ എടുത്തിരിക്കുന്നത് 6 ഇഞ്ചിൻ്റെ കേക്ക് ടിന്നാണ്. കേക്ക് ബാറ്റർ ഇട്ടതിന് ശേഷം കേക്ക് ടിൻ കയ്യിലെടുത്തൊന്ന് താഴേക്ക് തട്ടി ടാപ്പ് ചെയ്ത് കൊടുക്കണം. ഇനി നമ്മുടെ കേക്ക് നല്ലൊരു ഭംഗി കിട്ടാൻ വേണ്ടി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് കാഷ്യൂനട്ട് വെച്ച് ഇതുപോലെ ഗാർണിഷ് ചെയ്യാം. കേക്ക് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്ന ഒരു പഴയ നോൺ സ്റ്റിക്ക് പാനാണ്. അതിലേക്ക് ഒരു സ്റ്റാൻഡ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി പാൻ മൂടി സ്റ്റവ് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഒരു 5 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്തെടുക്കണം. ഇപ്പോൾ പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചിട്ട് 5 മിനിറ്റ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് പാൻ തുറന്ന് നോക്കാം. പാൻ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കേക്ക് ടിൻ ഇറക്കി വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് പാൻ മൂടി വെച്ച് കൊടുക്കണം. പാൻ മൂടി വെച്ചതിന് ശേഷം വേണമെങ്കിൽ ഒരു കട്ടിയുള്ള ടവൽ മടക്കിയിട്ട് അതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഇതുപോലെ വെച്ച് കൊടുക്കാം. അപ്പോൾ ചൂടൊട്ടും പുറത്തേക്ക് പോവില്ല. കേക്ക് ടിൻ വെച്ചതിന് ശേഷം ഒരു 3 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെച്ച് കുക്ക് ചെയ്യുക. അതിന് ശേഷം സ്റ്റവ് ഒരു ലോ ഫ്ലെയിമിൽ വെച്ച് നമ്മളൊരു 45 മിനിറ്റ് കുക്ക് ചെയ്യണം. ടൈം അത്ര കറക്റ്റായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം നമ്മൾ ഉപയോഗിക്കുന്ന സ്റ്റവിൻ്റെ ഫ്ലെയിം ചൂടും എല്ലാം വ്യത്യസ്തമായിരിക്കും. അപ്പോൾ കുറച്ച് സമയമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റം വരും. ഇപ്പോൾ കേക്ക് കുക്ക് ചെയ്യാൻ വെച്ചിട്ട് 40 മിനിറ്റെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി തുറന്നതിന് ശേഷം നമുക്ക് കുത്തി നോക്കാം. കേക്ക് പാകമായിട്ടില്ല, നല്ല നനവുണ്ട്. അപ്പോൾ വീണ്ടും മൂടി വെച്ചിട്ട് നമുക്ക് 20 മിനിറ്റും കൂടെ കുക്ക് ചെയ്യണം. അത്യാവശ്യം വലിയ കേക്കാണ്. കേക്ക് ഒരു 800 ഗ്രാം വെയിറ്റുള്ള കേക്കാണ്. അപ്പം കുക്ക് ചെയ്യാൻ കുറച്ച് സമയമെടുക്കും. എനിക്ക് ഏകദേശം 1 മണിക്കൂർ ഒരു 5 മിനിറ്റും കൂടി എടുത്തത് കുക്കായി കിട്ടാനായിട്ട്. ഇനി പാൻ്റെ മൂടി മാറ്റിയതിന് ശേഷം നമുക്കൊന്ന് കുത്തി നോക്കാം. അപ്പോൾ കേക്ക് നല്ല പാകമായി വന്നിട്ടുണ്ട്. സ്ക്യൂവറിലൊന്നും ഒട്ടും ഒട്ടിപ്പിടിച്ചിട്ടില്ല. ഇനി റെഡിയായ കേക്ക് നമുക്ക് പാനിൽ നിന്ന് പുറത്തെടുത്ത് വെക്കാം. കേക്ക് പാനിൽ നിന്ന് പുറത്തെടുത്ത് വെച്ചതിന് ശേഷം നമുക്ക് ഇതുപോലെ ഒരു ടവൽ കൊണ്ട് മൂടിയിടാം. അപ്പോൾ കേക്ക് ഒട്ടും ഡ്രൈ ആയി പോകാൻ നല്ല സോഫ്റ്റ് ആയിട്ടായിരിക്കും. ഇപ്പോൾ കേക്ക് നല്ലതുപോലെ തണുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കേക്കിൽ നിന്ന് കേക്ക് പുറത്തേക്ക് എടുക്കാം. അതിനുശേഷം അതിൻ്റെ അടിയിലുള്ള ബട്ടർ പേപ്പറെല്ലാം പൊളിച്ച് മാറ്റണം. പ്രത്യേകം ശ്രദ്ധിക്കണം, ഈ കേക്ക് നന്നായിട്ട് തണുത്തതിന് ശേഷം കട്ട് ചെയ്താൽ മതി. അല്ലെങ്കിൽ ചിലപ്പോൾ പൊടിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. കാരണം നമ്മൾ കുറേ നട്ട്സും ഡ്രൈ ഫ്രൂട്ട്സൊക്കെ ഉപയോഗിച്ചിരിക്കുന്നതുകൊണ്ട്. ഇപ്പോൾ വളരെ രുചികരമായി നമ്മുടെ ക്രിസ്മസ് പ്ലം കേക്ക് റെഡി ആയിട്ടുണ്ട്. കേക്ക് നമുക്ക് ഗോതമ്പ് പൊടി കൊണ്ട് അല്ലെങ്കിൽ മൈദ കൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്തെടുക്കാവുന്നതാണ്. വളരെ ഈസി ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സായിട്ടൊക്കെ ഷെയർ ചെയ്യുക. വീണ്ടും ഇതുപോലെ നല്ല ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ള റെസിപ്പി ആയിട്ട് നമുക്ക് കാണാം. താങ്ക് യു.